ഹായ് കൂട്ടുകാരെ, എല്ലാവരും സന്തോഷവും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കാൻ പോകാം കേട്ടോ. പെട്ടെന്നാണേ. അതിൻ്റെ ഉള്ളി ആവശ്യമായ ഒരു 5-6 സവാളയും തക്കാളിയും എല്ലാം കൂടെ വഴറ്റുവാണേ. അതിനാവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണത് കേട്ടോ. അതെല്ലാം കൂടെ അതിൻ്റെ അകത്ത് ആ ഉള്ളിക്കകത്തിട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. അതിനകത്തിലേക്ക് ചിക്കൻ തട്ടിയിടാം. ചിക്കൻ തട്ടി ഇട്ടിട്ട് ഞാൻ നേരത്തെ ചിക്കൻ ഇത് ചെയ്ത് പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇട്ടു, നാരങ്ങ നീരൊഴിച്ചു, നന്നായിട്ട് വേവിച്ചെടുത്തു. ആവശ്യമുള്ളതൊക്കെ ചേർക്കാവേ. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന്. എപ്പോഴെപ്പോഴും നമ്മൾ പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവത്തില്ലേ. അത് ഞാൻ സവാള അരിഞ്ഞ് വറുത്തത് പൊടിച്ച് അതിൻ്റെ അകത്തിലേക്ക് ചേർക്കുന്നുണ്ട്. ഈ വെന്ത് ഇരിക്കുന്ന ചിക്കനകത്തേക്ക്, അത് ബിരിയാണിക്ക് ആവശ്യമായ ചിക്കനാണേ, അത് അതിലേക്ക് ചേർത്തു. ഞാൻ ചോറ് ഇത് സെപ്പറേറ്റ് വേവിക്കുമായിരുന്നു കേട്ടോ. ഇത് പെട്ടെന്ന്, ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് ഉണ്ടാക്കുക. അപ്പം അതിൽ ആവശ്യമായ എല്ലാം ചേർത്തിട്ട് അടിയിൽ ചിക്കനിട്ട് മണ്ടയ്ക്ക് നമ്മൾ റൈസെല്ലാം വിരിച്ച് അതിനകത്ത് ഇതെല്ലാം മണ്ടയ്ക്ക് വയ്ക്കുക. ഇലകൾ, മല്ലിയില, പുതിനയില, സവാള വറുത്തത് എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനത് അടച്ച് വെച്ച് ആവി കയറ്റി, നന്നായിട്ട് ആവി കയറ്റി. ബിരിയാണി റെഡി. 10 മിനിറ്റ് ആവി കയറിയാൽ മതി. കണ്ടോ, അടിയിൽ നിന്ന് എല്ലാം എടുത്ത് അധികം അരപ്പൊന്നും ഞാൻ ചേർത്തിട്ടില്ല. കണ്ടോ, കുറച്ച് നെയ്യ്, ആവശ്യമുള്ള നെയ്യൊക്കെ ഒഴിക്കും. ഇച്ചിരി നെയ്യേ ഒഴിച്ചിട്ടുള്ളൂ ഇന്ന് ഞാനേ. ഇതൊരു തട്ടിക്കൂട്ട് ബിരിയാണിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി നന്നായിട്ടുള്ളൊരു ബിരിയാണി ഞാൻ ചെയ്യാമേ. എല്ലാവർക്കും എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.